ഹായ്, എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നാളത്തെ ദിവസം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ വായനാശീലത്തെ പറ്റി വളരെ നിങ്ങളോട് അധികം സംസാരിക്കാറുണ്ട്. കാരണം വായനാശീലം കുട്ടികളിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാളത്തെ ദിവസം ജൂൺ 19, അതായത് വായനാ ദിനമായിട്ടാണ് നമ്മൾ ജൂൺ 19 ആഘോഷിക്കുന്നത്. അപ്പം ഇതെല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. നാളെ വായനാ ദിനമാണ്. എല്ലാ സ്കൂളുകളിലും ഇതിന്റെ പ്രോഗ്രാമുകളൊക്കെ കാണും. അതിന്റെ കുട്ടി വായന, അമ്മ വായന എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കാണും. അതിന്റെ ഫങ്ഷൻസുകൾ കാണും. കൂട്ടുകാരൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരിക്കും. പ്രസംഗ മത്സരങ്ങൾ കാണും, അതിന്റെ പോസ്റ്ററുകൾ കാണും, ഫോട്ടോസ് കാണും. ഇതെല്ലാം കൂട്ടുകാർ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പം ഈ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത വായനാ ദിനമാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് വായനാ ദിനത്തെ പറ്റി പറയാമെന്ന് ഞാൻ കരുതിയത്. അതായത് വായന എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. വായനാശീലം മുതിർന്നവരാണ് കുട്ടികളിൽ പോലും വളർത്തിയെടുക്കുന്നത്. വായനാശീലം നമ്മളുടേത് കണ്ടാവണം കുട്ടികളെ പഠിക്കുന്നത്. അപ്പം ലൈബ്രറികൾ, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് ലൈബ്രറികൾ ഒരുപാട് ഇടത്തുണ്ട് അല്ലേ? അവിടെ പലതരം പുസ്തകങ്ങളും ഉണ്ട്. അത് മുതിർന്നവർക്കുള്ള പുസ്തകങ്ങളുണ്ട്, കൂട്ടുകാർക്കുള്ള പുസ്തകങ്ങളുണ്ട്, എല്ലാമുള്ള ലൈബ്രറികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ലൈബ്രറി സന്ദർശിക്കുകയും അവിടുന്ന് കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും മുതിർന്നവരാണെങ്കിൽ മുതിർന്നവർക്ക് വേണ്ട പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും ഒക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം വായനാ ദിനം ജൂൺ 19 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? വായനാ ദിനം എത്ര ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത്? വായനാ ദിനം എന്ന് പറയുന്നത് ഒരാഴ്ചയാണ് നമ്മൾ ആചരിക്കുന്നത്. അതായത് അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താ? വായനാ ദിനം എന്ന് പറയുന്നത് ആരുടെ ഓർമ്മ ദിനമാണെന്ന് അറിയാമോ? വായനാ ദിനം എന്ന് പറയുന്നത് P.N. പണിക്കരുടെ ഓർമ്മ ദിനം. ആരാണ് P.N. പണിക്കർ? P.N. പണിക്കർ എന്ന് പറയുന്നത് പുതുവായിൽ നാരായണ പണിക്കറാണ് P.N. പണിക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലുടനീളം വായനാശാലകൾ വേണമെന്നുള്ളത്. വായനയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വായനാശീലമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന യോഗ്യതയെന്ന് എപ്പോഴും വിശേഷിപ്പിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വായനാശീലം ഒരു മനുഷ്യനെ എത്രത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി തരുമെന്നും അവന് മറ്റുള്ളവർക്കിടയിൽ അവനൊരു വില ഉണ്ടാക്കി തരുമെന്നും നമ്മളെ പഠിപ്പിച്ചത് P.N. പണിക്കരാണ്. P.N. പണിക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയാൻ 1996 ജൂൺ 19 അദ്ദേഹം മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വായനാ ദിനത്തിൽ ഒരുപാട് പരിപാടികൾ നമ്മുടെ സ്കൂളുകളിലും മറ്റ് ക്യാമ്പസുകളിലും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ? വായനാ ദിനത്തോടെ P.N. പണിക്കർ എന്ന് പറയുമ്പോൾ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രചാരകനും പിതാവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വായനാശീലം കുട്ടികളിൽ വളർത്തുക, എല്ലാവർക്കും ഒരു ലൈബ്രറി എല്ലാ കേരളത്തിലുടനീളം സ്ഥാപിക്കുക എന്നത്. അതിനുവേണ്ടി അദ്ദേഹം രൂപീകരിച്ച ഒരു ലൈബ്രറിയായിരുന്നു സനാതന ധർമ്മം എന്ന് പറയുന്ന ലൈബ്രറി. അവിടെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. അവിടെ നല്ല വായനാശീലം വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് അദ്ദേഹം സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വായനാശാല രൂപീകരിച്ചത്. അതുപോലെ തന്നെ P.N. പണിക്കർ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ കേരളത്തിലുടനീളം യാത്ര ചെയ്ത് അദ്ദേഹം കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ അറിവ് വളർത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ചിന്തിച്ചു വളരുക, വിവേകം നേടുക എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം എപ്പോഴും അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്ന വാചകം ഇതായിരുന്നു. കുട്ടികൾക്ക് എപ്പോഴും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലുടനീളം ഒരു ലൈബ്രറി എങ്കിലും വേണമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് ജൂൺ 19 നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വായനാ ദിനത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലൊക്കെ റീഡിംഗ് സംവിധാനം പ്രചരിപ്പിച്ചിരുന്നു. അതായത് റീഡിംഗ് ക്ലബ്ബുകൾ, ഇലക്ട്രോണിക് ക്ലബ്ബുകൾ, അങ്ങനെ തുടങ്ങിയ റീഡിംഗ് ക്ലബ്ബുകൾ ഇതൊക്കെ വായനാ ദിനത്തിനോടനുബന്ധിച്ച് സ്കൂളുകളിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ വായനാശീലം എന്ന് പറയുമ്പോൾ നമ്മൾ പുതുതലമുറകളിലേക്ക് നമ്മൾ
ആഹ്വാനം ചെയ്ത് അല്ലെങ്കിൽ പുതുതലമുറകൾക്ക് നമ്മൾ മുതിർന്നവർ പകർന്നു കൊടുക്കേണ്ട ഒന്നാണ് വായനാശീലം. വായനാശീലം നമ്മളിൽ നിന്നാണ് പുതുതലമുറകൾ പഠിക്കുന്നത്. വായനാശീലം വളർത്തുന്നതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന്, പുതിയ തലമുറയെ മാത്രമല്ല നല്ല നല്ല അറിവും പക്വതയുമുള്ള കുട്ടികളെ സമ്മാനിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വായനാശീലം എന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വായനാശീലം എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിരുന്ന ഒരു പുസ്തകം, ആ പുസ്തകം ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തന്നതും എന്തിനാണെന്ന് വെച്ചാൽ, കുട്ടികളിൽ മലയാളാക്ഷരം പഠിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, കുട്ടികളിൽ ഒരു വായനാശീലം കൂടി, അത് കഥയാവാം, കവിതയാവാം, എന്തുമാവാം, കുട്ടികൾ അപ്പൊ വായനാശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നപ്പോഴും എൻ്റെ വിചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കുട്ടികൾക്ക് മലയാളാക്ഷരങ്ങൾ പഠിക്കാൻ മാത്രമായിരുന്നില്ല, കുട്ടികളിൽ ഒരു വായനാശീലം ഉണ്ടാക്കിയെടുക്കാനും ആ കഥകളിലൂടെ, കുട്ടിക്കഥകളാണ് കുഞ്ഞുങ്ങളുടെ വായന, പിന്നെ പത്രങ്ങൾ വായിക്കുക, അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ കുട്ടികളിൽ നമ്മൾ വായനാശീലം, നമ്മൾ മുതിർന്നവരാണ് കുട്ടികളിലേക്ക് വായനാശീലം ഇട്ടുകൊടുക്കേണ്ടത്. ഒരു കുട്ടി വായനാശീലം നല്ലതുപോലെ ആകുന്ന ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ അതിന്റെ എല്ലാ ബുദ്ധിയും വിവേകവും ഒക്കെ അതിന് ഒരുപാട് കൂടിയിരിക്കും. അവര് ഈ ലോകത്തെ പറ്റി മുഴുവൻ പഠിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കും. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ സമ്മാനിക്കുന്നതാണ് ഇന്നത്തെ തലമുറ, അല്ലെ? വായനാശീലം കൂടുതലുള്ള കുട്ടികളാണ്. ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു 1, 2, 3, 4 വയസ്സാകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും അറിവ് നേടുന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ വായനാശീലം ഒരു മനുഷ്യനെ എത്രത്തോളം മാറ്റിയെടുക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ PN പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചരമദിനത്തെ നമ്മൾ വായനാശീലമായിട്ട് ആചരിക്കുന്നതിന് കാരണം, അദ്ദേഹത്തിന്റെ ജീവിതകാല സ്മരണകളിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലുടനീളം ഓരോ ലൈബ്രറി. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അത് ഏകദേശമൊക്കെ പ്രാവർത്തികമായി. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തന്നെ ലൈബ്രറികൾ 1, 2, 3 ഒക്കെ തന്നെ ഉണ്ട്. ലൈബ്രറികളിൽ പോയി പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളും മുതിർന്നവരും നമ്മുടെ സമൂഹത്തിൽ നിന്ന് എണ്ണിയാൽ കൂടുതലുള്ള ആൾക്കാരുണ്ട്, അല്ലെ? അപ്പം വായനാശീലം എന്ന് പറയുന്നത് നമ്മുടെ പുതുതലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അമൂല്യമായ ഒരു സ്വത്താണ്. പുതുതലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന നമ്മുടെ സ്വത്ത് ഇതിനേക്കാളിലൊക്കെ മൂല്യമുള്ളതാണ് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന വായനാശീലം. വായന എന്ന് പറയുമ്പോൾ കൂട്ടുകാർ എന്താണ് ചിന്തിക്കുന്നത്? നമ്മളൊരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ എന്നുള്ളതല്ല വായന. നമ്മൾ ഒരു കൊച്ചു കഥ വായിച്ചാലും അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെയും മുയലിന്റെയും കഥ വായിച്ചാലും അതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വായനയാണ്. അതിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ അറിവുകളും ഗുണപാഠങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ വായനാശീലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വായനാശീലം എന്ന് പറയുമ്പോൾ ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂൺ 19 മുതൽ 25 വരെ നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അന്ന് സ്കൂളുകളിൽ വിവിധ ഇനം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് കുട്ടികളിൽ വായനാശീലത്തെ പറ്റി അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അവരതിനു വേണ്ടി പുസ്തകങ്ങളും മറ്റും കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുകയും അവരുടേതായ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയും അമ്മ വായന, കുട്ടി വായന എന്ന് പറയുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലൈബ്രറി ഇല്ലാത്ത സ്കൂൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. എല്ലാ സ്കൂളിലും ലൈബ്രറികളുണ്ട്. ലൈബ്രറികളിൽ നിങ്ങളുടെ സ്കൂളിലെ ലൈബ്രറികളിൽ പോകാറുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഏത് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കും? മുതിർന്നവരാണെങ്കിൽ അവരേത് പുസ്തകങ്ങളൊക്കെ വായിക്കും? നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? മുതിർന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബാല്യകാല സഖി അങ്ങനെ തുടങ്ങിയ ഒരുപാട് നോവലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കഥാകൃത്തുക്കളെ സമ്മാനിച്ചതാണ് നമ്മുടെ കേരളത്തിൽ, അല്ലെ? എത്രയോ കഥാകൃത്തുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. P.K. ശിവദേവ്, വൈക്കം മുഹമ്മദ് ബഷീർ, PN പണിക്കർ, അല്ലെ? അങ്ങനെ ഒരുപാട് കഥാകൃത്തുക്കളെ സമ്മാനിച്ചതാണ് നമുക്ക് ഇന്ത്യ സമൂഹം. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഒരു വായനാ ശീലം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക, ഒരു ലൈബ്രറി കേരളത്തിലുടനീളം വേണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചത് PN പണിക്കർ എന്ന് പറയുന്ന മഹത്തായ വ്യക്തിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വായനാശീലം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യ ഘടകമായി മാറേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. കൂട്ടുകാർ എല്ലാം വായനാശീലത്തിലേക്ക് കടന്നു വരികയും അതിനെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്നത്തേത് എൻ്റെ വായനാ ദിനത്തെ പറ്റിയുള്ള
കാര്യങ്ങൾ ഞാൻ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം നാളെ ജൂൺ 19 വായനാ ദിനമായതുകൊണ്ട് കൂട്ടുകാർക്ക് സ്കൂളുകളിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനുണ്ടായിരിക്കും. പ്രസംഗ മത്സരങ്ങൾ, പോസ്റ്ററുകൾ, അങ്ങനെ തുടങ്ങിയ വിവിധ ഇനം പ്രോഗ്രാമുകൾ സ്കൂളിൽ നടത്തുന്നു. അപ്പം ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ചിലതെങ്കിലും നിങ്ങൾക്ക് അത് ഒരു പ്രചോദനമാകുമെങ്കിൽ അത് നല്ലതാകട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും വായനയുടെ മഹത്വം മനസ്സിലാക്കുമെന്നും ലൈബ്രറികളിൽ കയറി അവനവന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബുക്കുകൾ വായിക്കുമെന്നും കൂട്ടുകാരെല്ലാം നല്ല അവബോധവും സമൂഹത്തിലെ എല്ലാ കാര്യത്തെ പറ്റി ഗുണപാഠമുള്ളവരുമായി തീരുമെന്നും ഞാൻ ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ബൈ.